നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ആയവന കുഴുമ്പിത്താഴത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത് 3 പവൻ മാല തട്ടിയെടുക്കുന്നതിനു പുറമെ കൊല്ലപ്പെട്ട കൗസല്യയുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന 50,000 രൂപയും കൈക്കലാക്കാനെന്ന് പോലീസ്. പ്രതി ജിജോയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. മൂവാറ്റുപുഴ ഡിവൈഎസ്പി AJ തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ നടപടികൾ നടക്കുന്നത്. ആയവന കുഴുമ്പിത്താഴത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത് 3 പവൻ തൂക്കം വരുന്ന മാല തട്ടിയെടുക്കുന്നതിനായാണെന്ന് പോലീസ്. അതിനു പുറമെ കൊല്ലപ്പെട്ട കൗസല്യയുടെ പേരിൽ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന 50,000 രൂപയും കൈക്കലാക്കാൻ മകൻ ശ്രമിച്ചെന്ന് പോലീസ് പറയുന്നു. 50,000 രൂപ അമ്മയുടെ പൊസിഷൻ നടന്നു സർവീസ് സഹകരണ ബാങ്കിൽ. അപ്പൊ 50,000 രൂപ ഇവരാണ് നോമിനേറ്റ് ഉണ്ടായിരുന്നത് പ്രതി തന്നെ. അപ്പൊ ആള് അമ്മേനെ കൊന്നു കഴിഞ്ഞാൽ 50,000 രൂപ കൂടി മാല കൂടാതെ അവന് കിട്ടുന്നുള്ള ഒരു ഇതും കൂടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൂടി ആക്രമണം ചെയ്തിട്ട് നടന്നു. കൗസല്യയെ ഞായറാഴ്ച രാത്രി 7:30യോടെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കളായ സിജോയും ജിജോയുമാണ് മരണവിവരം നാട്ടുകാരെ അറിയിച്ചത്. മരണം സ്ഥിരീകരിക്കാൻ എത്തിയ ഡോക്ടർ കഴുത്തിൽ കണ്ട പാടുകളും കണ്ണിൽ രക്തം കട്ടപിടിച്ച പാടും കണ്ടതോടെ മരണം കൊലപാതകമാണെന്ന് സംശയമുയർന്നു. കൗസല്യ ധരിച്ചിരുന്ന സ്വർണമാല കാണാതായതും സംശയം ബലപ്പെടുത്തി. ഇന്നലെ രാവിലെ മക്കളായ സിജോയെയും ജിജോയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ ജിജോ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കൗസല്യയുടെ മൂക്കിന് പുറത്തുണ്ടായ മുറിവാണ് പോലീസിന് വഴിത്തിരിവായത്. ജിജോയുടെ കൈകളിലുണ്ടായ നീണ്ട നഖമാണ് കൊലപാതകത്തിനിടയിൽ കൗസല്യയുടെ മൂക്കിൽ കൊണ്ട് മുറിഞ്ഞത്. അമ്മയുടെ വീണ്ടും മാല ചോദിച്ചു. മാല കൊടുത്തില്ല. അമ്മയുടെ മുറിയിൽ അലമാരിയിൽ തുണി അടുക്കിക്കൊണ്ടിരിക്കുക. കൊടുക്കാതെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഷാളിട്ട് പുറയുന്നു. ഷോളിട്ട് കഴുത്തം മുറുക്കി, പട്ടം മുറുക്കിയപ്പോൾ അമ്മ നിലത്തോട്ട് വീണു. നിലത്ത് വീട് അമ്മയുടെ അടുത്ത് കട്ടിലേക്ക് കിടത്തി നല്ലോണം മുറുക്കി. അതിനുശേഷം കൈകൊണ്ട് പ്രസ് ചെയ്തു അങ്ങനെ മരണം ഉറപ്പാക്കിയതിനു ശേഷം മാല എടുത്തിട്ട് പോവുകയായിരുന്നു. നമ്മൾ അന്വേഷണത്തിൽ ഇയാള് ഈ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഷോൾ അവിടെ കാളിയാർ പുഴയിൽ കൊണ്ട് കളഞ്ഞിരുന്നു. നമ്മൾ അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. മാല ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നു. അതും നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഇൻക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് സജിൻ ശശിയാണ് ഇൻക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീയുടെ മൂക്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. നഖം കൊണ്ട പാടാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്നാൽ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് കയ്യിൽ നഖം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. കൂടാതെ ഈ സ്ട്രാങ്കുലേഷൻ ചെയ്യുന്ന കൂടാതെ മുഖം ഇങ്ങനെ പ്രസ് ചെയ്തു. അതിനുശേഷം അപ്പോൾ പ്രസ് ചെയ്തപ്പം മൂക്കിൻ്റെ അറ്റത്ത് നഖം കൊണ്ട് ചെറിയ മുറിവുണ്ടായി. അപ്പോൾ നമ്മളത് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മൂത്തയാളുടെ കയ്യിൽ അങ്ങനെ നഖങ്ങളും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇളയാളുടെ കയ്യിലും നല്ല നഖമുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ ഇളയാളുടെ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. മൂവാറ്റുപുഴ ഡിവൈഎസ്പി AJ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.